2026 IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബെംഗളൂരു തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. ഏപ്രിൽ 5-ന് ബെംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന 11-ാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 43 റൺസിന്റെ ഗംഭീര വിജയമാണ് അവർ നേടിയത്. ഈ വിജയത്തോടെ റോയൽ ചലഞ്ചേഴ്സ് ബെംഗളൂരു IPL പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു. കളിച്ച 2 മത്സരങ്ങളിലും ജയിച്ച് അവർ അജേയരായി മുന്നേറുകയാണ്. എന്നാൽ ടോസ് നേടി ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ച ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ സീസണിലെ തങ്ങളുടെ തുടർച്ചയായ 3-ാം തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതോടെ അവർ പോയിന്റ് പട്ടികയിൽ ഏറ്റവും താഴെയായി. ടിം ഡേവിഡിന്റെ പുറത്താകാതെ നേടിയ തകർപ്പൻ ഇന്നിംഗ്സ് അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിക്കൊടുത്തു. ടീമിന്റെ ഈ റെക്കോർഡ് പ്രകടനത്തിൽ ടിം ഡേവിഡ് നിർണായക പങ്കുവഹിച്ചു. റൺ മഴ കണ്ട ഈ മത്സരത്തിൽ ബെംഗളൂരു ബാറ്റിംഗ് നിര കത്തിക്കയറി. ചെന്നൈ സൂപ്പർ കിങ്സിന് മറികടക്കാൻ കഴിയാത്ത ഒരു വലിയ വിജയലക്ഷ്യം അവർ ഉയർത്തി. ഈ ടൂർണമെന്റിൽ തങ്ങളുടെ വരവ് ഗംഭീരമായി അറിയിച്ച റോയൽ ചലഞ്ചേഴ്സ് ബെംഗളൂരുവിന് ഇതൊരു പ്രധാനപ്പെട്ട തുടക്കമാണ്. റോയൽ ചലഞ്ചേഴ്സ് ബെംഗളൂരുവിന്റെ ഇന്നിംഗ്സ് ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമായിരുന്നു. നിശ്ചിത 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 250 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് അവർ അടിച്ചെടുത്തത്. ഇത് ഈ IPL 2026 സീസണിലെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന സ്കോറാണ്. മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇതിനടുത്തറയിട്ടത്. ഫിൽ സാൾട്ട് 30 പന്തിൽ 46 റൺസ് നേടിയപ്പോൾ വിരാട് കോഹ്ലി 18 പന്തിൽ നിന്ന് 28 റൺസെടുത്ത് നല്ലൊരു തുടക്കം നൽകി. പിന്നീട് ദേവ്ദത്ത് പടിക്കൽ റൺവേഗം കൂട്ടി. വെറും 29 പന്തിൽ 5 ഫോറും 2 സിക്സറും അടിച്ച് ഒരു മിന്നും അർദ്ധ സെഞ്ചുറി നേടിയ അദ്ദേഹം. എന്നാൽ കളിയുടെ യഥാർത്ഥ ആവേശം കണ്ടത് അവസാന ഓവറുകളിലാണ്. ടിം ഡേവിഡും ക്യാപ്റ്റൻ രജത് പാട്ടിദാറും ചേർന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ബോളർമാരെ തലങ്ങും വിലങ്ങും അടിച്ചു തകർത്തു. പ്രത്യേകിച്ച് ഡേവിഡിന്റെ പ്രകടനം അതിഗംഭീരമായിരുന്നു. വെറും 25 പന്തിൽ 3 ഫോറും 8 കൂറ്റൻ സിക്സറും അടിച്ച് അദ്ദേഹം പുറത്താകാതെ 70 റൺസ് നേടി. പാട്ടിദാറും മികച്ച പിന്തുണ നൽകി. അദ്ദേഹം 19 പന്തിൽ 1 ഫോറും 6 സിക്സറുകളും അടിച്ച് പുറത്താകാതെ 48 റൺസെടുത്തു. അവസാന 5 ഓവറിൽ ഇരുവരും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ 97 റൺസാണ് കൂട്ടിച്ചേർത്തത്. ഇതോടെ ബെംഗളൂരു ഒരു കൂറ്റൻ സ്കോറിലെത്തി. അത് കളിയുടെ ഗതി തന്നെ അവർക്ക് അനുകൂലമാക്കി മാറ്റി. 251 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിന് തുടക്കത്തിലെ വലിയൊരു വെല്ലുവിളി നേരിടേണ്ടി വന്നു. കാരണം അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ സമ്മർദ്ദത്തിൽ തകർന്നടിഞ്ഞു. തുടക്കത്തിലെയുള്ള വിക്കറ്റുകൾ അവരുടെ റൺ ചേസിംഗിന് വലിയ തിരിച്ചടിയായി. ഋതുരാജ് ഗെയ്ക്വാദ് 7 റൺസിനും ആയിഷ മത്ര വെറും 1 റൺസിനും പുറത്തായി. ഈ വിക്കറ്റുകൾ വീഴ്ത്തിയത് ജേക്കബ് ഡഫിയും ഭുവനേശ്വർ കുമാറുമായിരുന്നു. സഞ്ജു സാംസണും ചെറിയ സ്കോറിന് കൂടാരം കയറി. വെറും 9 റൺസായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ഈ തുടക്കത്തിലെ തകർച്ച ചെന്നൈ സൂപ്പർ കിങ്സിനെ 30 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിൽ പരിങ്ങലിലാക്കി. ഇത് അവരുടെ ആവശ്യമായ റൺ നിരക്കിനെയും കളിയിലെ മുന്നേറ്റത്തെയും കാര്യമായി ബാധിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിലും സർഫറാസ് ഖാൻ ധീരമായൊരു പ്രത്യാക്രമണം നടത്തി. 25 പന്തിൽ അതിവേഗ അർദ്ധ സെഞ്ചുറി നേടിയ അദ്ദേഹം 8 ബൗണ്ടറികളും 2 സിക്സറുകളും പറത്തി ടീമിന് പ്രതീക്ഷയുടെ നേരിയ തിളക്കം നൽകി. എന്നാൽ കൃണാൽ പാണ്ഡ്യ അദ്ദേഹത്തെ പുറത്താക്കിയതോടെ ചെന്നൈയുടെ ഏറ്റവും മികച്ച മുന്നേറ്റത്തിന് അവിടെ തിരശ്ശീല വീണു. കാരണം ആവശ്യമായ റൺനിരക്ക് കുത്തനെ ഉയർന്നതോടെ വിജയലക്ഷ്യം അപ്രാപ്യമാവുകയായിരുന്നു. സർഫറാസ് ഖാൻ പുറത്തായതിനുശേഷം ചെന്നൈ സൂപ്പർ കിങ്സിനെ വിജയപ്രതീക്ഷയിൽ നിലനിർത്താൻ പ്രശാന്ത് വീറും ജാമി ഓവർട്ടണും നന്നായി പൊരുതി. 29 പന്തിൽ നിന്ന് 6 ഫോറും 1 സിക്സുമടക്കം 43 റൺസെടുത്ത് വീർ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഇംഗ്ലീഷ് ഓൾറൗണ്ടറായ ജാമി ഓവർട്ടൺ 4 ഫോറുകളും 2 സിക്സുമടക്കം അതിവേഗം 37 റൺസ് അടിച്ചെടുത്തു. ഇരുവരുടെയും കൂട്ടുകെട്ട് ചെറിയൊരു പ്രതിരോധം തീർത്തുവെങ്കിലും റോയൽ ചലഞ്ചേഴ്സ് ബെംഗളൂരു ബൌളർമാർ ഇടയ്ക്കിടെ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നത് ചെന്നൈക്ക് ശക്തമായി തിരിച്ചുവരാനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കി. ബെംഗളൂരുവിന്റെ ബോളിംഗ് ആക്രമണം പിടിച്ച ഭുവനേശ്വർ കുമാർ 41 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി. ഈ പ്രകടനത്തോടെ ടാറ്റ IPL ചരിത്രത്തിൽ 200 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ബൌളർ മാത്രമായി എന്ന വലിയ നാഴികക്കല്ലും ഭുവനേശ്വർ കുമാർ പിന്നിട്ടു. ഭുവനേശ്വർ കുമാറിന് മികച്ച പിന്തുണ നൽകിക്കൊണ്ട് അഭിനന്ദൻ സിംഗും കൃണാൽ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ജേക്കബ് ഡഫി തുടക്കത്തിൽ തന്നെ 2 നിർണായക വിക്കറ്റുകളും സ്വന്തമാക്കി. സുയാഷ് ശർമ്മ തന്റെ 4 ഓവറിൽ 21 റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റും നേടി മികച്ച നിയന്ത്രണം പുലർത്തിയതോടെ ഈ കൂട്ടായ പ്രകടനം ചെന്നൈ സൂപ്പർ കിങ്സിനെ വലിയ വിജയലക്ഷ്യത്തിലെത്താൻ അനുവദിച്ചില്ല. IPL 2026-ലെ ഈ നിർണായക മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബെംഗളൂരു നേടിയ 43 റൺസ് വിജയം സീസണിന്റെ ആദ്യഘട്ടത്തിലെ പോയിന്റ് പട്ടികയിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാക്കി. ആദ്യ 2 മത്സരങ്ങളിലും മികച്ച വിജയം നേടിയ ബെംഗളൂരു ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ്. ബാറ്റിംഗിലും ബോളിംഗിലും ഒരുപോലെ മികവ് പുലർത്തുന്ന അവർ ടൂർണമെന്റിലെ പ്രധാന ശക്തികളായി മാറിക്കഴിഞ്ഞു. അവരുടെ നെറ്റ് റൺ റേറ്റ് +2.501 ആണെന്നത് നേടിയ വിജയങ്ങൾ എത്രത്തോളം ആധികാരികമായിരുന്നു എന്നതിന്റെ തെളിവാണ്. എന്നാൽ മറുവശത്ത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തുടർച്ചയായ 3-ാം തോൽവി അവരെ പോയിന്റ് പട്ടികയുടെ ഏറ്റവും താഴെ എത്തിച്ചു. ഇനിയുള്ള കളികളിൽ ഒരുമിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ അവർക്ക് കനത്ത സമ്മർദ്ദമാണുള്ളത്. നെറ്റ് റൺ റേറ്റ് -2.517 എന്നത് ഈ സീസണിൽ അവർക്ക് എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞ തുടക്കമാണ് ലഭിച്ചതെന്ന് വ്യക്തമാക്കുന്നു. സീസണിന്റെ തുടക്കത്തിലെ ഈ പ്രകടനങ്ങൾ വ്യക്തമാക്കുന്നത് ഓരോ ടീമും കിരീടത്തിനായുള്ള പോരാട്ടത്തിലും പ്ലേ ഓഫ് സ്ഥാനത്തിനു വേണ്ടിയുള്ള മത്സരത്തിലും IPL എത്രത്തോളം വാശിയേറിയതും അപ്രതീക്ഷിത സംഭവങ്ങൾ നിറഞ്ഞതുമാണെന്നാണ്. റോയൽ ചലഞ്ചേഴ്സ് ബെംഗളൂരുവിന്റെ ഈ ആത്മവിശ്വാസമുള്ള തുടക്കം ഒരു വലിയ നിലവാരം സ്ഥാപിക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ നിലവിലെ ഈ മോശം അവസ്ഥയിൽ നിന്ന് എത്രയും പെട്ടെന്ന് കരകയറാൻ പ്രകടനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്.